കോംപ്ലക്സ് നമ്പേഴ്സ്, തേർഡ് സം കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ സെഡ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. കോംപ്ലക്സ് നമ്പർ അതിൻ്റെ ഫോം എന്തായിരിക്കും? ഈസ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം, എക്സ് പ്ലസ് ഐ വൈ അല്ലേ. ഈ എക്സും വൈയും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കുക. റിയൽ കോൺസ്റ്റൻസ് ആണ്. എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് അല്ലേ. ഒരു റിയൽ പാർട്ടും ഉണ്ടായിരിക്കും. ഈ എക്സിനെ പറയുന്നതാണ് റിയൽ പാർട്ട് ഓഫ് സെഡ്. എഴുതുന്നത് എങ്ങനെയാണ്? റീ സെഡ് എന്ന് എഴുതും. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. ദാറ്റ് ഈസ് ഐ എം സെഡ് അല്ലേ, ഇമാജിനറി സെഡ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ അതിനൊരു റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, അതിനൊരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. ഈ ഐ എന്ന് പറയുന്നതാണ് ഇമാജിനറി യൂണിറ്റ് അല്ലേ. ഇനി എക്സും വൈയും എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നാണ്. റിയൽ കോൺസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ വേറൊരു രൂപം കൂടി ഇല്ലേ, ഇങ്ങനെ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പർ. ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. വേറെ എക്സ് ഈസ് ദ റിയൽ പാർട്ട് ആൻഡ് വൈ ഈസ് ദി ഇമാജിനറി പാർട്ട് അല്ലേ. അപ്പോൾ ഒരു സെഡ് എന്ന കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എക്സിനെ റിയൽ പാർട്ടെന്നും വൈ എന്ന ഇമാജിനറി പാർട്ടെന്നും പറയും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ സെഡ് ഈക്വൽ ടു 2 + 3i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ കോംപ്ലക്സ് നമ്പർ ആണോ? ആണ്. കാരണം അത് എക്സാക്റ്റ് ആ ഫോമിലാണ് കിടക്കുന്നത്, എക്സ് പ്ലസ് ഐ വൈ ആണ്. ഒരു റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് 2 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഐ ഇല്ല. ഐ ഒഴിവാക്കി അതിൻ്റെ കോഷ്യൻ എന്താണോ വരുന്നത് അതാണ്, ദാറ്റ് ഈസ് 3 അല്ലേ. വേറെ നമ്പർ 2 - 3 എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണോ? നടുവിൽ മൈനസ് ആയി എന്ന് വിചാരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ മാറ്റി എഴുതാം, +-3 എന്ന് എഴുതിയാൽ പോരെ അല്ലേ. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 2ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -3ഉം ആണ് അല്ലേ. ഇനി വേറെ നമ്പർ 3, വെറും ഒരു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? നമുക്ക് റിയൽ നമ്പർ ആയിട്ടാണ് നമുക്കറിയാം, അല്ലെങ്കിൽ ഇൻഡിജർ ആയിട്ട് അറിയാം. പക്ഷെ അതും എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. കാരണം നമുക്ക് 4നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 4 + 0i എന്ന് എഴുതാം അല്ലേ. അപ്പോൾ റിയൽ പാർട്ട് എന്തായി? 4 ആയി. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും എന്ത് തന്നെയാണ്? എല്ലാ റിയൽ നമ്പേഴ്സും എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സാണ്. പക്ഷെ തിരിച്ചല്ല അല്ലേ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം മനസ്സിലാക്കുക. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ് ഫോം. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ XY പ്ലെയിൻ തന്നെയാണ്. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് ഈക്വൽ ആവുക? ഒരു കോംപ്ലക്സ് നമ്പർ x1 + iy1 എടുത്തു, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ x2 + iy2 എന്നെടുത്തു. ഇനി ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ അവരുടെ റിയൽ പാർട്ടുകളും അവരുടെ ഇമാജിനറി പാർട്ടുകളും ഈക്വൽ ആവണം. അതാണ് എഴുതിയിരിക്കുന്നത്. റിയൽ ഓഫ് Z1, റിയൽ പാർട്ട് ഓഫ് Z1 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z2, അതായത് x1 ഈക്വൽ ടു x2 ആവണം. അതുപോലെ തന്നെ റിയൽ ഇമാജിനറി ഓഫ് Z1 ഇമാജിനറി ഓഫ് Z2 ഈക്വൽ ആവണം. ഇറ്റ് ഈസ് y1 ഈക്വൽ ടു y2 ആവണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ സെഡ് ഞാൻ 2 + 3i എന്ന് എടുത്തു, Z1 അല്ലേ. രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 Z2 എന്ന് കൊടുക്കാം. ഞാൻ 2 + 4i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവ രണ്ടും ഈക്വൽ ആവുമോ? ചോദ്യം Z1 ഈക്വൽ ടു Z2 ആവുമോ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ ഇതിൻ്റെ റിയൽ പാർട്ട് 2 ആണ്, ഇതിൻ്റെ റിയൽ പാർട്ടും 2 ആണ്. അപ്പോൾ ഓക്കെ, റിയൽ പാർട്ട് ഓഫ് Z1 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് Z2 കറക്റ്റായി. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്താണ്? 3 ആണ്. ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് Z2 4 ആണ്. അത് ഈക്വൽ ആണോ? അല്ല, 3ഉം 4ഉം ഒരിക്കലും ഈക്വൽ അല്ല. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z1 നോട്ട് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് Z2 ആണ്. ഇത് ശരിയായില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്തല്ല? Z1 നോട്ട് ഈക്വൽ ടു Z2 ആണ് അല്ലേ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഇപ്പോൾ 4 + 3i ഈക്വൽ ആവണമെങ്കിൽ 4 + 3iയോട് മാത്രമേ ഈക്വൽ ആവുള്ളൂ അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് പറയുകയാണ് Z1 എന്ന് പറയുന്നത് x + 3iയും
സെറ്റ് 2 എന്ന് പറയുന്നത് 4 + 3i ആണെങ്കിൽ എന്താണ് എക്സ് എന്ന ചോദ്യം വരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഈക്വാലിറ്റി തന്നെയാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വലാണ്. ഇവിടെ 3യും 3യും ഈക്വലാണ് അല്ലേ. പക്ഷേ ഇവിടെ 4ഉം എക്സും ഈക്വലാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ Z1 = Z2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Z1 = Z2 ആയി കഴിഞ്ഞാൽ റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം. സോ എക്സും 4 ഈക്വൽ ആയേ പറ്റൂ. സോ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 4 വരും അല്ലേ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഗിവൺ Z1 = Z2. ഒരു തന്നിട്ടുണ്ട് Z1 = Z2 ആണെന്നുള്ളത്. വേറെ Z1 എന്ന് പറയുന്നത് x + 1 + y + 3i ആണ്. Z2 എന്ന് പറയുന്നത് 4 + 7i ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം Z1ഉം സെറ്റും ഈക്വൽ ആണ് എന്നവർ തന്നിട്ടുണ്ട് അല്ലേ. അത് പ്രകാരമാണെങ്കിൽ ഫസ്റ്റ് വണ്ട റിയൽ പാർട്ടും അല്ലേ സെക്കൻഡ് വണ്ട റിയൽ പാർട്ടായ 4ഉം ഈക്വൽ ആയേ പറ്റൂ. ഇതൊന്ന് എക്സ് നമുക്ക് എന്ത് കിട്ടും? 4 + 1 ഇങ്ങോട്ട് വന്നാൽ -1 ആവും, 3 എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ ഇമാജിനറി പാർട്ടായ y + 3യും ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണ്? +7ഉം രണ്ടും ഈക്വലായേ പറ്റൂ. കാരണം ഈക്വലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആവണം. സോ ഇതിന്ന് എന്ത് കിട്ടും? y = 7 - 3 = 4 എന്ന് കിട്ടും. അപ്പോൾ ഈക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇക്വാലിറ്റി എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുക എന്ന് നമ്മൾ പറഞ്ഞു. അത് വൃത്തിയായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇനി എന്താണ് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്? നമ്മൾ റിയൽ നമ്പേഴ്സിൽ നമ്മൾ രണ്ട് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകൾ. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ അറിയണം? ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും എല്ലാം അറിയണം. ഇപ്പോൾ നമ്മൾ കുറേ തിയറി പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലം വൈസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Z1 ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക. കണ്ടുപിടിക്കേണ്ടത് Z1 + Z2 ആണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? 3i ആണ് ഫസ്റ്റ് നമ്പർ. ഇതും അടുത്ത നമ്പറായ 4 + 7i എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക. 2 + 4 പ്ലസ് ഇമാജിനറി പാർട്ടുകൾ i പുറത്ത് എഴുതി. ഇമാജിനറി പാർട്ട് ഫസ്റ്റിൻ്റെ 3 ആണ്, രണ്ടാമത്തിൻ്റെ 7 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? 6 + 10i കിട്ടും. അത്രേ ഉള്ളൂ. ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? Z1 + Z2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Z1 എന്ന് പറയുന്നത് 2 - 3i ആണ്. രണ്ടാമത്തെ Z2 എന്ന് പറഞ്ഞാൽ 4 - 7i ആണ്. പല സൈനുകൾ വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ ക്വസ്റ്റ്യൻ തന്നെ സൈൻ മാറ്റി എഴുതിയത്. ഇനി എങ്ങനെയാണെങ്കിൽ എന്താ? ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 2 അല്ലേ. 2 + 4 ആഡ് ചെയ്തു അല്ലേ. ഇനി i പുറത്ത് എഴുതി. ഫസ്റ്റിൻ്റെ ഇമാജിനറി പാർട്ട് -3 ആണ്, രണ്ടാമത്തേൻ്റെയോ -7 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 6 പ്ലസ് മൈനസ് അല്ലേ i × -10 അത് വരും 6 - 10i എന്ന് വരും അല്ലേ. റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ Z1 അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ Z1 + Z2 കണ്ടുപിടിക്കണം. അപ്പോൾ -2 + -4 -2 ആഡ് ചെയ്യല വേണ്ടത്. അപ്പോൾ +-4 അല്ലേ. പിന്നെയോ പിന്നെ -3 + 7 -3 അല്ല +3 + 7 അല്ലേ. എന്താണ്? i വരും. അപ്പോൾ എന്ത് വരും? -6 + 10i എന്ന് വരും അല്ലേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനോ -Z1 + Z2 ആണ് അല്ലേ. ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണം. അപ്പോൾ -2 - 4 അല്ലേ. -2 + -4 എന്താ വരിക? രണ്ടിലും മൈനസ് ആണ്. അപ്പോൾ -6 വരും. ഇനി ഇവിടെ -3 + -7 -3 + -7 എത്ര വരിക?
അല്ലേ? നമ്മൾ എന്താ വരിക അപ്പോൾ -10 അല്ലേ? -10 ആയി വരും അല്ലേ? ഇതാണ് അഡീഷൻ. വളരെ സിമ്പിളാണ്. റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക അല്ലേ? റിയൽ പാർട്ട് ഓഫ് Z1 Z2 ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് Z1 ഇമാജിനറി പാർട്ട് ഓഫ് Z2 ആഡ് ചെയ്യാം. ഇനി ഇതേപോലെ സബ്സ്ട്രാക്ഷൻ നോക്കാം അല്ലേ? ഡിഫറൻസ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? Z1 മൈനസ് Z2 ആണ് ചെയ്യേണ്ടത് അല്ലേ? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ പാർട്ടുകൾ മൈനസ് ചെയ്യാം. 10 + 3i അല്ലേ? -5 + 6i ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു അല്ലേ? മൈനസ് ചെയ്യണം. 10 - 5 അല്ലേ? പ്ലസ് i ഇമാജിനറി പാർട്ട് i2 ഇവിടെ വരുന്നത് 3 ആണ്. 3 നടുവിൽ മൈനസ് ആണ്. ഇവിടെ 6 ആണ്. അപ്പോൾ 6 എഴുതി അല്ലേ? അപ്പോൾ എന്താ വരിക ഇവിടെ? 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. പ്ലസ് ഇവിടെ i × -3 ഒന്ന് 5 - 3i എന്ന് വരും. അപ്പോൾ സബ്സ്ട്രാക്ഷൻ മനസ്സിലാക്കുക, വളരെ സിമ്പിളാണ്. ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്യുക, റിയൽ പാർട്ട് മൈനസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്? നമ്മൾ റിയൽ നമ്പേഴ്സ് പോലെ തന്നെ 2 കോംപ്ലക്സ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം. അപ്പോൾ Z1 Z2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Z1ൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 + 4i കൊണ്ടുവന്ന് കൊടുക്കാം. അതുപോലെ തന്നെ Z2ൻ്റെ സ്ഥാനത്ത് 4 - 7i കൊണ്ടുവന്ന് കൊടുക്കാം അല്ലേ? നമ്മൾ ജസ്റ്റ് ആ ടേംസിൻ്റെ പകരം ക്വസ്റ്റ്യനിൽ തന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ഏതാണോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ A + B × C + D വന്നു കഴിഞ്ഞാൽ ചെയ്യാറ്? അതുപോലെ തന്നെ A കൊണ്ട് 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യും, ബിനെ 2 ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? 3 × 4 12, 3 × -7i -21i, 4i × 4 16i, അതുപോലെ തന്നെ മൈനസ് അല്ലെ പ്ലസ് 4i × -7i. അപ്പോൾ എത്ര വരും? -28 മാത്രമാണോ? i × i² കൂടി വരും അല്ലേ? മനസ്സിലാക്കേണ്ടത് റൂട്ട് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ആണ്. സോ 2 സൈഡിലും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? i² വിൽ ബി റൂട്ട് -1² വരും അല്ലേ? റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ -1 = i² വരും അല്ലേ? അപ്പോൾ ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കണം. ഈ 2 റിസൾട്ട് പല സാഹചര്യങ്ങളും നമുക്ക് വരും. ഇപ്പോഴും i² -1 എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും അത് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 - 21i + 16i -28 × i² -1 അല്ലേ? അതെന്തായിട്ട് മാറും? 12 - 21i + 16i, ഇവിടെ പ്ലസ് 28 ആവും അല്ലേ? മൈനസ് പ്ലസ് ആവും. ഇനി ഇവിടെ റിയൽ പാർട്ടുകൾ ആരൊക്കെയാണ്? 12 + 12 + 28 എത്ര വരും? 40 വരും അല്ലേ? മൈനസ് ഇവിടെ -21i + 16i എത്ര വരിക? ഒന്ന് മൈനസ് ലെവൽ ഹയസ്റ്റ് ടേം ഒന്ന് ലോവസ്റ്റ് ടേം മൈനസ് ചെയ്യുക. സോ എന്ത് വരും? 5i വരും അല്ലേ? ഹയസ്റ്റ് ടേമിൻ്റെ സൈനായ മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. വളരെ സിമ്പിളാണ്. നമ്മൾ A + B × C + D ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടേമും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക മറ്റേ ടേമുമായിട്ട് അല്ല, എക്സ്പാൻഡ് ചെയ്താൽ മതി. അതിൽ i² എന്ന് പറയുന്നത് -1 ആണെന്ന് ആലോചിച്ച് വയ്ക്കാം. ഇനി ഡിവിഷൻ പറയുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ടോപ്പിക് പറയണം. കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ? ഒരു കോംപ്ലക്സ് നമ്പർ ഇങ്ങനെയാണ് വിചാരിക്കുക, x + iy ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന Z ആണ്. Z ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ Z ബാർ എന്ന് നൊട്ടേഷൻ കൊടുക്കും അല്ലെ? വായിക്കുന്നത് Z ബാർ എന്നാണ് കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റുക. x + iy ഇമാജിനറി ആരാ? y ആണല്ലോ. വൈയുടെ സൈൻ +y ആയിരുന്നു, ഞാൻ എന്താക്കി? -y ആക്കി അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പോൾ Z = 3 + 4i ആണെങ്കിൽ Z ബാർ എന്തായിരിക്കും? ഇതിൻ്റെ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കുക. +4 അല്ലേ? +4 ആണ്. അപ്പോൾ എന്താക്കുക? കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ -4i ആക്കുക അല്ലേ? ഇത് നേരെ തിരിച്ചാണ്. നമുക്ക് കിട്ടിയത് 3 - 4i ആണെങ്കിലോ Z ബാർ എന്തായിരിക്കും? -4i അല്ലേ? അപ്പോൾ -4i ആണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് +4i ആക്കും അല്ലേ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് the sign of
കോഎഫിഷ്യൻ്റ് ഓഫ് ഇമാജിനറി പാർട്ട് അല്ലേ, ഇമാജിനറി പാർട്ട് ഏതാണോ അല്ലേ, കോഎഫിഷ്യൻ്റ് ഓഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇമാജിനറി പാർട്ട് ഏതാണോ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോഞ്ചുഗേറ്റ് കിട്ടും. ഇനി കോഞ്ചുഗേറ്റ് എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവിഷൻ പറയുന്ന സമയത്ത് ഇവിടെ ചോദ്യം എന്താണ് അല്ലേ, 2 + 3i ഡിവൈഡഡ് ബൈ 5 - 8i ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം, ഈ കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്ററിൽ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോംപ്ലക്സ് നമ്പർ ഡിനോമിനേറ്ററിൽ വന്നോ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്, താഴത്തെ 5 - 8യുടെ കോഞ്ചുഗേറ്റ് എന്താ, 5 - 8i ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ വരിക, -8i അല്ലേ, അപ്പോൾ അത് +8i ആവും. ആ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ മുകളിൽ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 5 - 8i ആയിരുന്നു, ഡിനോമിനേറ്ററിലെ ടേം ഏതാണോ നോക്കുക, ആ ഡിനോമിനേറ്ററിലെ ടേമിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക അല്ലേ. നമ്മളെന്താണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലൊരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു ഫോമിലാണ് കിടക്കുന്നത്, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 2 × 5 2 × 8i എന്താ വരിക, 2 × 5 10 + 2 × 8i എന്ന് പറഞ്ഞാൽ 16i വരും. പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 × 5 എന്ന് പറഞ്ഞാൽ അഗെയിൻ 15i എന്ന് വരും, പ്ലസ് 3 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അല്ലേ, i × i² വരും. താഴെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കാരണം ഇവിടെ എങ്ങനെ കിടക്കുന്നത്, a - b × a + b ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. നമുക്കറിയാം a - b × a + b എന്താണ്, ഒരേ ടേം മൈനസും പ്ലസും വ്യത്യാസത്തിൽ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി a² - b² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കണം അങ്ങനെയല്ലേ, 5 - 8i × 5 + 8i അല്ലേ. എയുടെ സ്ഥാനത്ത് എന്താ 5, അപ്പോൾ 5² മൈനസ്, ഇവിടെ മൈനസ് അല്ലേ, മൈനസ് അതേപോലെ ഇട്ടു. ബിയുടെ സ്ഥാനത്ത് എന്താ 8i ആണ്, അപ്പോൾ 8i² എന്ത് വരും, 5² 25 അല്ലേ, മൈനസ് 8i² എന്താണ്, 8ൻ്റെ സ്ക്വയർ 64, ഐയുടെ സ്ക്വയറോ i² എന്ന് വരും അല്ലേ. ഇറ്റ് ഈസ് 25 - 64 × i² എന്താണ് -1 അല്ലേ, 25 മൈനസ് എന്താവും +64 ആവും അല്ലേ. അപ്പോൾ ആൻസർ വിൽ ബി എന്തായിരിക്കും, 64 + 25 എന്താ വരിക അല്ലേ, 89 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, താഴെ 89 കിട്ടി. ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യും. അതല്ല നമുക്ക് നേരത്തെ പോലെ തന്നെ 5 × 5 5 × 8i ആ രീതിയിലും ചെയ്യാം. ഇവിടെ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരേ ടേം ഇങ്ങനെ പ്ലസ് a - b a + b രണ്ടും എയും ബിയും ആയിരിക്കണം കേട്ടോ. 89. ഇനി നമ്മൾ മുകളിൽ എന്ത് ചെയ്യാം, മുകളിൽ നമുക്കിവിടെ i² കിടക്കുന്നുണ്ട്, i² നമുക്ക് -1 കൊടുക്കാം. സോ 16i + 15i - 24 എന്ന് വരും. എങ്ങനെ വന്നു, +24 എങ്ങനെ -24 ആയി, കാരണം ഈ i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -1 ആണ്. -1 × 24 എന്ന് പറഞ്ഞാൽ -24 ഡിവൈഡഡ് ബൈ 89 എന്ന് വന്നു. ഇനി ഇവിടെ i ഇല്ലാത്തൊരു ടേം റിയൽ പാർട്ടുണ്ട്, ഇവിടെ റിയൽ പാർട്ടുണ്ട്. അപ്പോൾ 10 - 24 എത്ര, -14 പ്ലസ് 16i + 15i രണ്ടും ഇമാജിനറി ടേമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ സെയിം സൈനുമാണ്. അപ്പോൾ 16i + 15i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 31i ആയിരിക്കും അല്ലേ, ബൈ 89. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ x + iy ആണ് അല്ലേ, ഡിവൈഡ് ബൈ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഡിവൈഡ് ബൈ താഴെ ഒരു ടേമാണ്, നമുക്ക് ഓരോന്നിനായിട്ട് കൊടുക്കാം. 14/89 + 31/89i എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്തായി, ഒരു പ്യൂറസ്റ്റ് കോംപ്ലക്സ് നമ്പർ ഫോമിലായി. അപ്പോൾ എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഡിവിഷൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേമിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് കിട്ടും, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിവിഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു.